കട്ടപ്പനയിൽ UDF-ലെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. കട്ടപ്പന വെട്ടിക്കുഴി കവലയിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. UDF സ്ഥാനാർത്ഥി ഷൈനി സണ്ണി ചെറിയാന് വേണ്ടി വോട്ടു തേടിയ പ്രവർത്തകരും വിമത സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്നവരും തമ്മിലായിരുന്നു സംഘർഷം. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജൈനസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ജെയിൻ, ഈ കയ്യാങ്കളി അവസാനിച്ചോ? കയ്യാങ്കളിയിൽ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു ഇങ്ങനെ അവസാനിച്ച പ്രശ്നത്തിന് കാരണം? അക്ഷയ, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന നഗരസഭയിൽ UDF-ൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ 12 പേർ വിമതരായി അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പിന്നീട് നടന്ന ചർച്ചയിലാണ് കുറച്ചുപേർ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. പക്ഷേ ഇപ്പോഴും വിമതർ വളരെ സജീവമായി തന്നെ ഈ കട്ടപ്പന നഗരസഭയിലെ പല വാർഡുകളിലും മത്സരിക്കുന്നുണ്ട്. ഇതിപ്പോൾ കൊട്ടിക്കലാശത്തിന് തൊട്ടു മുമ്പായിരുന്നു ഈ സംഘർഷം ഉണ്ടായത്. അവിടെ മുൻ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാനെ അനുകൂലിക്കുന്ന പ്രവർത്തകരും അതോടൊപ്പം തന്നെ അവിടുത്തെ തന്നെ വിമത സ്ഥാനാർത്ഥി റിൻഡോ സെബാസ്റ്റിന്റെ അനുകൂലികളും തമ്മിലായിരുന്നു സംഘർഷം. ഔദ്യോഗിക സ്ഥാനാർത്ഥി ഷൈനിയുടെ വാർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പരിക്കേറ്റു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. റിൻഡോയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ അനുകൂലികൾ അകാരണമായി തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ ഒന്നിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കുമോ എന്നുള്ളതാണ് അടുത്ത ഘട്ടം. തീർച്ചയായിട്ടും വർധനമേറ്റവർ പരാതി നൽകാൻ സാധ്യതയുണ്ട്. പരാതി ലഭിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുണ്ടാകും. ശരി, ജൈനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. വിമത സ്ഥാനാർത്ഥിയെ UDF-ലെ 2 വിഭാഗങ്ങൾ തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. കുറെ പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഒപ്പം തന്നെ വിമത സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന ആളുകളും തമ്മിലാണ് ഈ സംഘർഷം ഉണ്ടായത്.